ജനാധിപത്യത്തെ തകർക്കാനുള്ള നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി പോയാൽ അത് അനുവദിക്കില്ല. ഇതിന് മാത്രം ഒരു അൽഗോരിതം പ്രശ്നം. വി ഡി സതീശൻ്റെ 4 ടൈപ്പ് വീഡിയോ ഇങ്ങനെ കറന്ന് പറക്കുണ്ടല്ലോ. അതിനൊന്നും അൽഗോരിതം ഇല്ലേ? മെറ്റല്ലേ? വി ഡി സതീശൻ മുമ്പിൽ നിൽക്കുന്ന ആളെ തട്ടി മാറ്റിയിട്ട് ക്യാമറ കണക്ട് ചെയ്യുന്നത് മെറ്റ കണ്ടില്ലേ? വന്ദേ മാതരത്തിൽ ആദ്യ 2 ഈരടികൾ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്. അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുൾപ്പെടെ ഉപയോഗിച്ചതാണ്. എന്നാൽ വന്ദേ മാതരം മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിൽ അത് എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതല്ല. യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ആരാധിക്കുന്ന ദൈവത്തെ മറ്റു മതവിശ്വാസികളും ആരാധിക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലായിരുന്നല്ലോ, ഞാൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയല്ലേ. അല്ല, എന്നാൽ പിന്നെ 140 MLA പോരെ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും ഫണ്ട് നൽകാൻ? 140 ആരോഗ്യവകുപ്പ് മന്ത്രി വേണോ? നിങ്ങൾ എന്തായി പറയുന്നത്? അല്ല, ആരുണ്ടെങ്കിലും എല്ലാ ജില്ലയിലെ ഓരോ മെഡിക്കൽ കോളേജുള്ള ജില്ലയിലെ നിങ്ങൾ ഓരോ മെഡിക്കൽ കോളേജുള്ള ജില്ലയും പോയി നോക്കുക. അവിടുത്തെ MLA ഫണ്ട് കൊടുത്തിട്ടാണോ ആശുപത്രി നിൽക്കൽ? ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോഴും ഒരു പുതിയ ആലോചന വരെ നടത്തിയിട്ടുണ്ട്. എല്ലാ MLA കൂടി പൈസ കൊടുക്കണം. എല്ലാ MLA ഒരു കാലത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പൈസ കൊടുത്തില്ല. മെഡിക്കൽ കോളേജിന് പണം കൊടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് കാണിക്കുന്ന അവഗണന, അതിന് പരിഹാരം കാണാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം നാട്ടിലെ പാവം ജനങ്ങളുടെ പൈസ ഈടാക്കാൻ അവരെ പിഴിയാൻ നോക്കിയാൽ അത് അനുവദിക്കില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അവിടെ എല്ലായിടത്തും പൈസ ഈടാക്കണോ? അല്ല, പറയും. അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ല, എൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ പൈസ ഈടാക്കാത്തതിന് മുഴുവനും പൈസ ഈടാക്കാനും അവിടെ സൗജന്യമായി ലഭിച്ചിരുന്ന അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരുന്ന മരുന്ന് കിട്ടാതിരിക്കലും അല്ലല്ലോ നിങ്ങളുടെ ആഗ്രഹമാണോ? അതല്ല എൻ്റെ ആഗ്രഹം. പിന്നെ അതിൽ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ സർക്കാരിന്റെ ടെസ്റ്റ് ഒക്കെ നീതി ലാബിനാണ് എഴുതി കൊടുത്തത്. നീതി ലാബിന് കുറേ പണം സർക്കാർ കൊടുക്കാനുണ്ട്. നിങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് മുടങ്ങിയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതിനൊക്കെ പണം ഈടാക്കിയിരുന്നോ? ഈ 14 ടെസ്റ്റിനുൾപ്പെടെ പണം ഈടാക്കിയിട്ടില്ല. പറയട്ടെ. ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഒരു സംശയം വേണ്ട, സ്വകാര്യ കോർപ്പറേറ്റ് ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. UDF MLA ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. നിങ്ങളെങ്ങനെയാണോന്ന് എനിക്കറിയില്ല, നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രികൾ കൊഴുത്ത് തടിച്ച് വളരുമ്പോൾ അവരിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടും മറ്റ് ഫണ്ടും വാങ്ങിയ UDF MLA UDFനും ബാധ്യതയുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ല. ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവിടെ സൗജന്യമായി നൽകിയിരുന്ന മരുന്ന് സൗജന്യമായി നൽകണം, സൗജന്യമായി നൽകിയിരുന്ന ചികിത്സ സൗജന്യമായി നൽകണം. അതിനൊക്കെ ഫീസ് ഈടാക്കാൻ തീരുമാനിച്ച എന്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അതിനെ എതിർക്കും. എല്ലാ നിലയിലും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയും ആ മെഡിക്കൽ കോളേജിൽ ഫീസ് ഈടാക്കാതെ നടത്തിയ ചികിത്സ അതുപോലെ തുടരണം. ഇതുവരെയും ആ മെഡിക്കൽ കോളേജിൽ നൽകിയിരുന്ന മരുന്ന് നൽകണം. ഇതുവരെ ആ മെഡിക്കൽ കോളേജ് ഈടാക്കിയതുപോലെ മാത്രമേ ഈടാക്കാൻ പാടൂ. ഇതൊരു തീരുമാനമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആ നേരം കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ വാങ്ങിയെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. മുമ്പ് 10 കൊല്ലം കിട്ടിയതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഫണ്ട് വാങ്ങിയെടുക്കാൻ ഇടപെടണം. കോഴിക്കോടിന് മന്ത്രിയില്ല, എന്നാൽ മെഡിക്കൽ കോളേജിലേക്കുള്ള ഫണ്ടെങ്കിലും തന്നൂടെ? അത് അവരവിടുന്ന് കൃത്യമായി നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, എല്ലാവരോടും പറഞ്ഞതല്ലേ. അല്ല, ഇനി പൈസ ഈടാക്കാൻ വന്നാൽ തടയും, ഒരു സംശയമില്ല. അല്ല, ഞാൻ പറയട്ടെ, ആ തീരുമാനം തെറ്റാണ്. ആ തീരുമാനം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് യോജിച്ചുകൊണ്ടാണല്ലോ നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ ആളുകൾ അവിടെയൊക്കെ പോയി നോക്കി, ജനങ്ങളുണ്ടായി. അപ്പം ഞാൻ പറയുന്നത്, പൈസ ഈടാക്കുന്നത് കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടാം, അത് ശക്തമായ സമരമായിട്ട് വരും. നിങ്ങൾ ഇപ്പം ഞാനീ പറഞ്ഞ കോർപ്പറേറ്റ് കുത്തകളിൽ നിന്ന് പൈസ തെരഞ്ഞെടുപ്പിന് എണ്ണി വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിനോട് വിറ്റ് കാശാക്കാൻ നോക്കിയേക്കാൻ ഞങ്ങളെ കിട്ടില്ല. അതിന് ചോദ്യം ചോദിക്കും. നിങ്ങളിപ്പോൾ അതിൽ കൂടുതൽ വേണ്ട. ഇപ്പം ഈ കഴിഞ്ഞ സർക്കാർ മാറി പുതിയ സർക്കാർ വന്നല്ലോ. ഇനി നിങ്ങൾ കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞ് കരയല്ലേ. പുതിയ സർക്കാർ ചെയ്യുന്നതെന്ത്, പുതിയ സർക്കാർ ചെയ്യാത്തെന്തെന്നുള്ള ചർച്ച ചെയ്യും. ഒക്കെ അങ്ങനെയാണെന്ന് കഴിഞ്ഞ സർക്കാർ പോരെ. LDFന് ജനങ്ങൾ തീരുമാനിച്ചെന്താ? UDFൻ്റെ ജനങ്ങൾ അത് കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? അല്ല കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയില്ല. കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങാത്തൊരു കാര്യം അല്ല, കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങാത്ത കാര്യം ഇത്തവണ മുടങ്ങുമ്പോൾ അത് സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ആ MLA തയ്യാറാവണം. ഞങ്ങളും കൂടെ നിൽക്കും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ. അല്ല, ഇവിടെ ഞാൻ കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? 10 കൊല്ലം മുടങ്ങിയോ?
നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം ഇതൊന്നും മുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം എന്ത് നടത്തിയാലും, നിങ്ങൾ എന്ത് പ്രചരണം നടത്താൻ ശ്രമിച്ചാലും മെഡിക്കൽ കോളേജിൽ പൈസ വാങ്ങി ചികിത്സ നടത്താനുള്ള ഏർപ്പാട് അനുവദിക്കൂല. അത് എന്ത് മാധ്യമങ്ങൾ ആരെ കൂട്ടുപിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താണെന്ന് ആദ്യം പഠിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് കാലമല്ലോ. ഏറ്റവും വലിയ സാധാരണ മനുഷ്യരെ ആശ്രയിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. പണം വാങ്ങി, ഇതുവരെ വാങ്ങാത്ത നിലയിൽ പണം വാങ്ങി ചികിത്സ അനുവദിക്കൂല. അത് നിങ്ങൾ അതിനിപ്പോൾ 13-ൽ 12 ഞങ്ങൾ ജയിച്ചാണ് ജില്ലയിൽ. അതുകൊണ്ട് എന്തു ആവുന്ന കാര്യം കരുതിയാൽ നടക്കൂല. അത് നിങ്ങൾ എന്ത് കരുതുന്ന കേരളത്തിൽ മൊത്തം ധർമാശുപത്രികളെ തകർത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഇടപെടുക. സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിയവരുണ്ടെങ്കിൽ അല്ല, ഇത് കേൾക്ക്, നിങ്ങൾ വാങ്ങിയെന്നല്ല, സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികളിൽ നിന്ന് നക്കാപ്പിച്ച UDF വാങ്ങിയതുപോലെ ഇനി മാധ്യമങ്ങളിൽ ആരെയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങളിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തോ. എന്നാൽ ഞങ്ങൾ ജനങ്ങൾ അണിനിരത്തി പ്രക്ഷോഭം നടത്തും. ഓക്കെ, നിങ്ങളെ ഉൾപ്പെടെയുള്ള വീടുകളിലുള്ളവർ, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. ആ ആശുപത്രിയെ തകർക്കാൻ അനുവദിക്കില്ല. അതൊക്കെ തകർക്കുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം. വേറൊരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ലത് കേൾക്കി. ആ ആശുപത്രിനെ തകർക്കാൻ അനുവദിക്കില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കും. 13-ൽ 12 ആൾ ജയിച്ച ജില്ലയാണ്. ഞങ്ങൾ 12 ആളും പൈസ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിന്ന് പോകുന്നത് എങ്ങനെയാണ്? അവിടുത്തെ മുഴുവൻ MLA-മാരുടെ പൈസ ഉണ്ടാ? MLA-മാരുടെ പൈസ അതിനുള്ളതാ? ധർമാശുപത്രികൾക്ക് പണം കൊടുക്കേണ്ടത് ആരാ? ആരോഗ്യവകുപ്പാണ്. ആ ആരോഗ്യവകുപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പുതിയൊരു ന്യായം പറയും. MLA-മാർ പൈസ കൊടുക്കുക. സ്ഥലം MLA കൊടുക്കണം, കൊടുത്തോട്ടെ. അത് വെച്ചുകൊണ്ടൊരു സർക്കാർ ആശുപത്രിയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഇവിടെ സ്വകാര്യവൽക്കരണം ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിനെ തകർക്കാനുള്ള അജണ്ടയാണ് UDF നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് അതിനുവേണ്ടി പൈസ എണ്ണി വാങ്ങി. അതിന് പ്രത്യുപകാരമാണത്. ആരത്? അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് ആർക്കും അതൊക്കെ പൊള്ളുന്നുണ്ട്. എന്തൊരു വൈറലായിരുന്നു അറിയില്ല. ഞാനും അതിൻ്റെ അടിയിൽ കമൻ്റ് അടിച്ചു. ലാൽ സലാം സഖാക്കൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ കാണുന്നത് അത് റിമൂവ് ചെയ്തു എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താവും സ്ഥിതി നാട്ടിലെ സ്ഥിതി? ഞാനതാന്ന് പറഞ്ഞ് ഇത്ര വലിയ രാഷ്ട്രീയ ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഇല്ല. ഇവിടെ ഇപ്പോൾ ആകെ വേണ്ടത് അദ്ദേഹത്തെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് നടത്തുന്ന കാര്യം മാത്രമേ വരാവൂ. വേറെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഓരോ പത്രസമ്മേളനത്തിലും ഓരോന്നല്ലേ പറഞ്ഞത്. MDMA കേസിലെ പ്രതിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നവകേരള സദസ്സിനെന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ ഇറങ്ങി. മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ജനാധിപത്യത്തെ തകർക്കാനുള്ള നിലപാട് സ്വീകരിച്ച് മുഖ്യമന്ത്രി പോയാൽ അത് അനുവദിക്കില്ല. ഇതിന് മാത്രം ഒരു അൽഗോരിതം പ്രശ്നം. VD സതീശൻ്റെ 4 ടൈപ്പ് വീഡിയോ ഇങ്ങനെ കറന്ന് പറക്കുണ്ടല്ലോ. അതിനൊന്നും അൽഗോരിതം ഇല്ലേ? മെറ്റല്ലേ? VD സതീശൻ മുമ്പിൽ നിൽക്കുന്ന ആളെ തട്ടി മാറ്റിയിട്ട് ക്യാമറ കണക്ട് ചെയ്യുന്നത് മെറ്റ കണ്ടില്ലേ? 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമേക്കാരിയ കഥ മെറ്റ കണ്ടില്ലേ? ഇത് മാത്രം എന്താ മെറ്റ കാണുന്നത്? അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ലേ? സംശയമല്ലേ? ഇപ്പം തന്നെ ധാരാളം സമയമുണ്ടല്ലോ. ഓക്കെ, അല്ല, വന്ദേമാതരത്തിൻ്റെത് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതൊരു മതവർഗീയ പ്രശ്നമല്ല. വന്ദേമാതരത്തിലൊരു ശക്തമായ നിലപാടെടുക്കാൻ UDF ഗവൺമെൻറ് പറ്റുന്നില്ല. ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ഒരിക്കലും ഒരു സർക്കാർ പരിപാടിയിൽ വന്ദേമാതരം മുഴുവൻ പാടുന്നതിനോട് യോജിക്കില്ല. വന്ദേമാതരത്തിൽ ആദ്യ 2 ഈരടികൾ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്. അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുൾപ്പെടെ ഉപയോഗിച്ചതാണ്. എന്നാൽ വന്ദേമാതരം മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിൽ അത് എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതല്ല. ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി ആരാധിക്കുന്ന ദൈവത്തെ മറ്റു മതവിശ്വാസികളും ആരാധിക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല. അത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വരികളുള്ള വന്ദേമാതരത്തിൻ്റെ പൂർണ്ണ രൂപം സർക്കാർ പരിപാടിയിൽ, എല്ലാ മനുഷ്യരുമുള്ള സർക്കാർ പരിപാടിയിൽ പാടുന്നതിനെ ആദ്യം എതിർക്കുക യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിയാണ്. കാരണം എന്താ അറിയോ? ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണത്. ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ഈരടികളെങ്കിൽ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന് വാശി പിടിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. യഥാർത്ഥ അജണ്ടകളൊന്നും വഴിമാറ്റാൻ BJP ഉപയോഗിക്കുന്ന തന്ത്രമാണ്.
അത് BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലാണ് കേരളത്തിൽ UDF ഗവൺമെൻറ് ചെയ്യുന്നത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പൂർണ്ണമായി പാടി. നോക്കി നിന്നു. നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗം നടക്കുമ്പോൾ വന്ദേ മാതരം കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം പാടി. നോക്കി നിന്നു. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഇത് കൃത്യമായി BJP ആഗ്രഹിക്കുന്നത് പോലുള്ള അജണ്ടകൾ നടപ്പിലാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പ്രധാന പരിപാടി എന്താ? ആളെ പേടിപ്പിക്കുക. വന്ദേ മാതരം തടഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് ഡെയിലി 3 നേരം ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത്. അത് വന്ദേ മാതരം തടയുന്നത് പ്രശ്നമായിരിക്കുമെന്ന് ഭയപ്പെടുത്തലാണ്. ആ ഭയപ്പെടുത്തൽ, അപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായും പാടുന്നത് തടഞ്ഞാൽ അത് വലിയ ശിക്ഷയായിരിക്കുമെന്നുള്ള പരസ്യത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി മാറുന്നു. അതാണ് ഡെയിലി 3 നേരം അവർ പറയുന്നത്, ഇത് തടയാതിരിക്കാൻ. പക്ഷേ യഥാർത്ഥ ഹിന്ദു മതവിശ്വാസി കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം വന്ദേ മാതരം പൂർണ്ണമായും സർക്കാർ പരിപാടിയിൽ ചൊല്ലുന്നത് തെറ്റാണ് എന്ന് പൊതുവേ കണ്ടിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ദേശീയ ഗാനം ജനഗണമന തടഞ്ഞതിനെതിരെ മേയർ പരാതി കൊടുത്തിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയം. ഓക്കെ.